ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് നമ്മൾ MS എക്സലിൻ്റെ സ്ലൈസർ എന്ന ഒരു ടൂൾ ഉപയോഗിച്ച് എങ്ങനെ ടേബിളിലെ ഡാറ്റ ഫിൽട്ടർ ചെയ്ത് കാണാമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ടേബിൾ ഞാൻ നോക്കി, നമുക്ക് മുകളിൽ ഒരു താഴെ ടേബിളുണ്ട്, പ്രൊഡക്റ്റ് നെയിം, പ്രൊഡക്റ്റ് സ്റ്റേറ്റ്, അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡാറ്റയുണ്ട് താഴെ. അപ്പോൾ നമ്മൾ മുകളിൽ ഒരു ഫിൽട്ടർ പോലെ ഇത് വെച്ചിട്ടുണ്ട്, ഒരു ബോക്സ് പോലെ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും വന്നിട്ടുണ്ട്: ക്യാമറ, ചാർജർ, ഇയർഫോൺ, മൗസ്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ എനിക്കിപ്പം ക്യാമറ പ്രൊഡക്റ്റിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ക്യാമറ ഉള്ള ഡാറ്റ കാണണമെങ്കിൽ ഞാൻ ക്യാമറയെ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ, ആ ടേബിള് ക്യാമറയുള്ള മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇപ്പം ചാർജർ ഉള്ള ആൾക്കാർ കാണണേ ചാർജർ ക്ലിക്ക് ചെയ്താൽ മതി. ഫോണാണെങ്കിൽ ഫോണെ ക്ലിക്ക് ചെയ്യുക. ഇനി ഒന്നിൽ കൂടുതൽ ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ, അതായത് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ വേണമെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് എന്നുള്ള ബോക്സിൻ്റെ ഇവിടെ ഈ 3 ടിക്ക് മാർക്ക് ഉണ്ടല്ലേ, മൾട്ടി സെലക്ട് എന്നുള്ള ഓപ്ഷൻ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ക്യാമറയും ഫോണും ഉള്ളവരെ എനിക്ക് വേണം. അപ്പോൾ ഞാൻ ക്യാമറയും ഫോണും സെലക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് വന്ന ഡാറ്റ ക്യാമറയും ഫോണും ഉള്ള ആൾക്കാരുടെയാണ്. ഇനി ഇയർഫോണും ഉണ്ടെങ്കിൽ ഇയർഫോണും കൂടെ വേണമെങ്കിൽ ഇയർഫോണെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഫിൽറ്റർ എല്ലാം റിമൂവ് ചെയ്യണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്നുള്ള ബോക്സിൻ്റെ സൈഡിൽ തന്നെ ഒരു ചുവന്ന കളറിലുള്ള ഇൻറ്റു മാർക്കുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ എല്ലാം മാറും, പഴയ പോലെ. അപ്പോൾ ഇതെങ്ങനെ, ഈ സ്ലൈസർ എന്നുള്ള ഓപ്ഷൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് അടുത്തൊരു ഷീറ്റിലേക്ക് പോകാം. ഫ്രം ദ സ്ക്രാച്ച് നമുക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു റോ ആയിട്ടുള്ളൊരു ഡാറ്റ. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഡാറ്റ മൊത്തം സെലക്ട് ചെയ്യുവാണ്. ഞാനിപ്പം ഈ കേഴ്സർ ഈ ഡാറ്റയിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ കൊണ്ട് വെക്കുക. ഓക്കെ, കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് Ctrl+A അടിക്കുക. Ctrl+A, Ctrl+A അടിച്ച് കഴിയുമ്പോൾ ഇത് മൊത്തം സെലക്ട് ആവും. ഓക്കെ, ഡാറ്റ മൊത്തം സെലക്ട് ആയി. ഇനി ഞാനൊരു ടേബിൾ ഫോർമാറ്റ് ആക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ Ctrl+T എന്നൊരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട്. Ctrl+T അത് കഴിച്ച് കഴിയുമ്പോൾ എന്നിട്ട് ഒരു ഡയലോഗ് ബോക്സ് വരും, അത് ഓക്കെ അടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനൊരു ഇത് ടേബിൾ ഫോർമാറ്റാണ്, ഒരു പ്രോപ്പർ ടേബിൾ ഫോർമാറ്റാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ മൗസ്, ഇനി സ്ലൈസറാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. സ്ലൈസർ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണേ ഈ ടേബിളിൻ്റെ അകത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് മൗസ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ ഫയലിൻ്റെ ഏറ്റവും മുകളിൽ കുറേ റിബൺസ് ഉണ്ടല്ലേ, മെനൂസൊക്കെ, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡാറ്റ, റിവ്യൂ, ഹെൽപ്പ്, പിന്നെ ഡിസൈൻ ഇതുണ്ട്. ഓക്കെ, ഡിസൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വേറെ കുറേ ഓപ്ഷൻസ് വരും. ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് സ്ലൈസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇൻസേർട്ട് സ്ലൈസർ. അതേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഡയലോഗ് ബോക്സ് വരും. ചിലപ്പോൾ ഇത് എൻ്റെ ഈ സ്ക്രീൻ റെക്കോർഡറിൻ്റെ ചെറിയൊരു കംപ്ലയിൻ്റ് ആണ്, ഡയലോഗ് ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഡയലോഗ് ബോക്സിലൊന്നുമില്ല. ഇൻസേർട്ട് സ്ലൈസർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 3 ഓപ്ഷൻ വരും: നെയിം, പ്രൊഡക്റ്റ്, സ്റ്റേറ്റ്, അതായത് നമ്മുടെ ഹെഡറായിട്ടുള്ള 3 ഇത്. അത് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് ഏത് വെച്ചാൽ ഫിൽട്ടർ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനോട് പ്രൊഡക്റ്റാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഡയലോഗ് ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ നിങ്ങൾ സിസ്റ്റത്തെ ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, ഞാൻ ഓക്കെ അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ എനിക്ക് വരും. കണ്ടില്ലേ, ഇപ്പോൾ മുമ്പേ നമ്മൾ കണ്ടുപോലെ ഇപ്പം ക്യാമറ ഉള്ള ആൾക്കാരെ വേണമെങ്കിൽ ക്യാമറ സെലക്ട് ചെയ്യുക. ഇനി ഇയർഫോൺ ഉള്ള ആൾക്കാരെ വേണമെങ്കിൽ ഇയർഫോൺ. ഇനി ഒന്നിൽ കൂടുതലാണ് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൾട്ടി സെലക്ട് പോയിട്ട് കണ്ടോ, ക്യാമറ, ഇയർഫോൺ ഉള്ള ആൾക്കാർ. ഇനി ക്യാമറയും ഫോണും ഉള്ള ആൾക്കാരാണ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. കണ്ടില്ലേ, നമുക്ക് മാറ്റാൻ പറ്റും, നമുക്ക് ഇഷ്ടമനുസരിച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മേളിലോട്ടൊന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മേളിലോട്ട് പ്ലേസ് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മുടെ ആ ടേബിൾ മറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഈ സ്ലൈസറിൻ്റെ സൈസ് കൂടുതലാണ്, കാരണം ഒറ്റ റോയിലാണ് എല്ലാ ഡാറ്റയും വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 റോ ആക്കാമെങ്കിൽ, 2 കോളം ആക്കാമെങ്കിൽ നമുക്ക് ഇച്ചിരി നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനെന്താ വെച്ചാൽ സ്ലൈസറിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ മുമ്പേ ഓപ്ഷൻസ് ഇതില്ലേ, ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് ടോപ്പിലോട്ട് പോയി ഇവിടെ കോളം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കോളം. ഓക്കെ, കോളം എന്നുള്ളത് ഞാനൊരു 2 ആക്കി കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അല്ലേ, ഇപ്പോൾ 2 കോളമായിട്ട് വന്നു. ഇപ്പോൾ ഇച്ചിരി നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അനുസരിച്ച് ഫിൽട്ടർ ചെയ്യാം. ഇതാകുമ്പോൾ ഇച്ചിരി കാണാനും ഭംഗിയുണ്ട്, നമുക്ക് സൗകര്യം ഇതാണ്. അപ്പോൾ ഇതാണ്
സ്ലൈസർ ഉപയോഗിക്കുന്ന രീതി. അപ്പം എനിക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ തീർച്ചയായിട്ടും വിചാരിക്കുന്നു. വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കും ഓഫീസിലെ പ്രസൻറ്റേഷൻ അല്ല റിപ്പോർട്ട്സൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ശരിക്കും ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഹയർ അതോറിറ്റീസിനെയൊക്കെ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇനി ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടിൽ ദെൻ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.